ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി മത്സരം ആവേശകരമായി പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് ആഘോഷിക്കാവുന്ന വകയാണ് രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റ്. 29 പന്തിൽ 37 റൺസാണ് രച്ചിൻ പുറത്താകുമ്പോൾ സ്വന്തമാക്കിയത്. 4 ബൗണ്ടറിയും 1 സിക്സും അടങ്ങുന്നതായിരുന്നു രച്ചിൻ്റെ ഇന്നിങ്സ്. എന്നാൽ 37 റൺസ് എടുക്കുമ്പോൾ തന്നെ 3 പ്രധാന ചാൻസുകൾ രച്ചിൻ രവീന്ദ്രയ്ക്ക് പുറത്താകാനുണ്ടായി. അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് പവർ പ്ലേ അവസാനിച്ച് അടുത്ത പന്തിൽ രച്ചിൻ രവീന്ദ്രയെ കുൽദീപ് യാദവ് ക്ലീൻ ബോൾഡാക്കുന്ന സാഹചര്യമാണ് കണ്ടത്. മത്സരത്തിൽ ആദ്യത്തെ ചാൻസ് ഷമിക്കായിരുന്നു. 7ാം ഓവറിൽ ഷമിയുടെ പന്ത് ഡ്രൈവ് ചെയ്യാനുള്ള രച്ചിൻ രവീന്ദ്രയുടെ ശ്രമം പാളി. അത് ഷമിയുടെ കൈകളിലേക്ക് തന്നെ എത്തിയപ്പോൾ ഇടം കൈകൊണ്ടത് ഷമിക്ക് പിടിക്കാനുമായില്ല. തൊട്ടടുത്ത് ഇഞ്ചുറി ആയെങ്കിലും പിന്നീട് ഷമി കളത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. എന്നാൽ 8ാം ഓവറിലും സമാനമായ സംഭവം നടന്നു. 8ാം ഓവറിലെ ആദ്യ പന്ത് ഒരു കീപ്പിംഗ് ക്യാച്ചിന് വേണ്ടി രാഹുൽ അപ്പീൽ ചെയ്തു. അമ്പയർ അപ്പോൾ ഔട്ട് കൊടുത്തെങ്കിലും റിവ്യൂകളിലൂടെ അത് വൈഡാണെന്ന് വിധിക്കുകയും രച്ചിൻ രവീന്ദ്രയ്ക്ക് 2ാമത്തെ ലൈഫ് കിട്ടുകയും ചെയ്തു. തൊട്ടടുത്ത പന്തിൽ രച്ചിൻ രവീന്ദ്ര വരുൺ ചക്രവർത്തിയെ ഉയർത്തി അടിക്കാൻ ശ്രമിച്ചെങ്കിലും ബൗണ്ടറി കഴുകി ശ്രേയസ് അയ്യറിന്റെ അറ്റംപ്റ്റ് വീണ്ടും പാളി. സ്ലോക്ക് സ്വീപ്പറാണ് ശ്രമിച്ചത്. ബാറ്റിൻ്റെ എഡ്ജിൽ കൊണ്ട് ഉയർന്നു പൊങ്ങിയ പന്ത് ശ്രേയസിനും പിടിക്കാനായില്ല. അങ്ങനെ രച്ചിൻ രവീന്ദ്രയ്ക്ക് 3ാമത്തെ ലൈഫ് കിട്ടി നിൽക്കുമ്പോഴാണ് പവർ പ്ലേ അവസാനിക്കുന്നത്. പവർ പ്ലേ അവസാനിച്ച ആദ്യ പന്ത് ക്ലീൻ ബോൾഡാക്കിക്കൊണ്ടാണ് കുൽദീപ് യാദവ് മടങ്ങി വന്നത്. ICC ടൂർണമെൻറ്റിലെ നോക്കൌട്ട് മത്സരങ്ങളിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കുന്നില്ല എന്ന വിമർശനവും കുൽദീപിന് മത്സരത്തിന് മുമ്പ് ഉയർന്നിരുന്നു. സെമിഫൈനൽ മത്സരത്തിലും ഇതേപോലെ ആവർത്തനമുണ്ടായി. എന്നാൽ കുൽദീപിനെ പുറത്തിരുത്താനുള്ള സാധ്യത പലരും പറഞ്ഞിരുന്നെങ്കിലും കുൽദീപിനെ ടീമിൽ നിർത്തിയത് എന്തിനാണെന്ന് രോഹിത് നൽകിയൊരു മറുപടിയായി ഈ ഒരു സ്പെല്ലിനെ കാണാനും സാധിക്കും. ആദ്യ 10 ഓവർ അവസാനിക്കുമ്പോൾ 69 റൺസാണ് ന്യൂസിലൻഡ് നേടിയത്. പ്രധാനപ്പെട്ട 2 വിക്കറ്റുകളും സ്വന്തമാക്കി. വില്യങ്ങനെ 23 പന്തിൽ 15 റൺസ് എടുത്ത് വരുൺ ചക്രവർത്തിയും പുറത്താക്കിയിരുന്നു.